വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ വീണ്ടും വെല്ലുവിളിച്ച തൃപ്തി ദേശായി. താൻ ശബരിമലയിൽ ദർശനം നടത്തുമെന്നും ഇതിന് ശേഷമായിരിക്കും പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നും തൃപ്തി ദേശായി. തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു തൃപ്തിയുടെ പ്രതികരണം. केरला में जो रूमर स्प्रेड हो रहे हैं कि तृप्ति देसाई और उनकी टीम जो है वो शबरीमला में पहुंची है, तो ये हमें जो विरोध कर रही संगठन है वो जो है वो ये रूमर स्प्रेड कर रहे हैं। मैं उन विरोधकों को यही कहना चाहूंगी कि हमारा आंदोलन तो गांधीगिरी मार्ग से है। 2-3 महिलाओं ने ऑलरेडी वहां पे प्रवेश किया है, लेकिन आपके मन में हमारा डर है तो ये भी बिल्कुल होना जरूरी है, क्योंकि हमारा गांधीगिरी मार्ग से आंदोलन होकर भी आपका वायलेंस आंदोलन आपने किया और आप जो है वो हमारे गांधीगिरी मार्ग को डर रहे हैं, तो ये समाज में बहुत अच्छा संदेश जो है वो जा रहा है। लेकिन मुझे ये विरोध करने वाले लोगों से यही कहना है कि आप रूमर स्प्रेड करने से अच्छा है कि जो महिलाएं 10 to 50 ईयर्स की वहां पे जाना चाहती है तो उनको ह्यूमन चेन करके आपने जो है वो प्रवेश देना चाहिए। और रहा हमारा मुद्दा कि हम प्रवेश के लिए आएंगे या नहीं, तो हमने कहा है तो हम जो है वो कहते हैं वो पूरा करते हैं। हमने कहा है कि हम ग्यूरेला टैक्टिस से आएंगे तो हम आएंगे और शबरीमला मंदिर में प्रवेश भी करेंगे। लेकिन मैं विरोधकों को ये भी कहना चाहूंगी कि हम जब प्रवेश करेंगे तो प्रवेश करके जब बाहर आएंगे तब तक आपको जो है वो पता भी नहीं चलेगा। यह हमारा चैलेंज है। थैंक यू। വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദ്, വീണ്ടും തൃപ്തി ദേശായി എത്തിയിരിക്കുന്നു വെല്ലുവിളിയുമായി. താൻ ശബരിമല ദർശനം നടത്തും, എന്നാൽ പ്രതിഷേധക്കാർ അറിയാതെയായിരിക്കും ദർശനം നടത്തുകയെന്നാണ് തൃപ്തിയുടെ പുതിയ വെല്ലുവിളി. പ്രിയ, ശബരിമല വിഷയത്തിൽ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിയാണ് വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ നേരത്തെ തന്നെ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് ശബരിമല ദർശനം നടത്താനെത്തിയപ്പോഴേക്കും തന്നെ ഇത്തരത്തിൽ കനത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് മടങ്ങേണ്ടി വന്നു. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിൽ വീണ്ടും ഒരു വെല്ലുവിളിയുള്ള പ്രതിഷേധ ആഹ്വാനവുമായി ഇപ്പോൾ തൃപ്തി ദേശായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായി പറയുന്നത് ഇത്തരത്തിൽ താൻ ശബരിമലയിൽ പ്രവേശിച്ചെന്നുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇത് പ്രചരിപ്പിക്കുന്നവർ ഇത്തരത്തിൽ ശബരിമല കർമ്മസമിതി അല്ലെങ്കിൽ RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാർ തന്നെയാണെന്നാണ് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ താൻ ശബരിമല സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്നാൽ ഇത് ഏത് വിധേനയാണെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും താൻ ശബരിമല ദർശനം നടത്തും, അതിനുശേഷം മാത്രമായിരിക്കും പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്റെ ചലഞ്ചാണെന്നും വീഡിയോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൃപ്തി ദേശായി കുറിക്കുകയും ചെയ്യുന്നു. അവസാന വരികൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് തൃപ്തി ദേശായി ഈ വാക്കുകൾ കൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. താൻ ദർശനം നടത്തും, എന്നാൽ താൻ ദർശനം നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതിഷേധക്കാർ ഇക്കാര്യം അറിയുകയുള്ളൂവെന്നും ഇത് തന്റെ ചലഞ്ചാണെന്നുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ പ്രതിഷേധം തീർക്കുന്നെങ്കിൽ അതൊരു ഗാന്ധി മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഗാന്ധി സമര മാർഗത്തിലൂടെ ആയിരിക്കണം, അല്ലാതെ അക്രമങ്ങളിലൂടെ ആയിരിക്കരുതെന്നും ഇത്തരത്തിലൊരു മുന്നറിയിപ്പും ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി നൽകുന്നു. എന്തായാലും ഇത്തരത്തിൽ താൻ ശബരിമലയിൽ ദർശനം നടത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, താൻ ശബരിമലയിൽ ഇപ്പോൾ എത്തിയെന്ന് പറയുന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇത് പ്രചരിപ്പിക്കുന്നത് തന്നെ എതിർക്കുന്നവർ തന്നെയാണ്. ഇത്തരത്തിൽ ഇവർ എന്തുകൊണ്ടാണ് തന്നെ ഭയക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും തന്നെ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലുമാണെന്നുമാണ് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ശബരിമല സന്ദർശനത്തിൽ ഇവർ സന്നിധാനത്ത് ദർശനം നടത്തുമ്പോൾ കനത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് ഇവർ മടങ്ങേണ്ടി വന്നു. തുടർന്ന് ഇവരുടെ മഹാരാഷ്ട്രയിലെ വസതിക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത പ്രതിഷേധം ഇവർക്ക് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാമതും ഇവർ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ വീഡിയോ ഫേസ്ബുക്കിൽ കൂടി ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞ് സംസ്ഥാനത്ത് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിയുടെ സംഘത്തിലുള്ള ഒരു പറ്റം യുവതികൾ എത്തിയിട്ടുണ്ടെന്ന് ഇത്തരത്തിൽ കേന്ദ്ര ഇന്റലിജൻസിനോ അതോ സംസ്ഥാന ഇന്റലിജൻസിനോ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവർ കേരളത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് സൂചന. നിലവിൽ മകരവിളക്ക് ഉത്സവം അവസാനിക്കാറായ ഒരു ദിവസങ്ങളിലാണ് അടുത്ത ദിവസങ്ങൾ. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തൃപ്തി ദേശായി ശബരിമലയിൽ എത്തുമെന്നുള്ള ഒരു സൂചനകളും അഭ്യൂഹങ്ങളും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ, ശബരിമല വിഷയത്തിൽ വീണ്ടും വെല്ലുവിളിയുമായി തൃപ്തി ദേശായി. താൻ ശബരിമലയിൽ ദർശനം നടത്തുമെന്നും ഇതിന് ശേഷമായിരിക്കും പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നും തൃപ്തി പറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് തൃപ്തി ഇപ്പോൾ ഈ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ശ്യാമപ്രസാദ് നൽകിയത്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 14 വൈകിട്ട് സന്നിധാനത്തെത്തുന്ന തിരുവാഭരണം ചാർത്തി
അയ്യപ്പന് ദീപാരാധന അർപ്പിക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 12 മണി വരെ ഭക്തർക്ക് ഇവിടെ തിരുവാഭരണം ദർശിക്കാം. എച്ചിലിലയിൽ ഉരുണ്ടും എച്ചിലില തലയിലേറ്റിയും പമ്പ വിളക്ക് എഴുന്നള്ളിക്കുന്ന ആചാരത്തിന് ഇപ്പോഴും മങ്ങലേറ്റിട്ടില്ല. പമ്പയിലെത്തുന്ന അയ്യപ്പ ഭക്തരുടെ വഴിപാടാണ് ഈ ആചാരം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തന്മാർ മാത്രമാണ് ഈ ആചാരം അനുഷ്ഠിക്കുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര സ്വദേശികളായ അയ്യപ്പന്മാരാണ് ശബരിമലയിലേക്ക് മല ചവിട്ടും മുമ്പ് അന്നദാനം നടത്തി കൂട്ടത്തിലെ കന്നി അയ്യപ്പൻ ഭക്തർ കഴിക്കുന്ന ഇലയിൽ ഉരുണ്ടും എച്ചിൽ ദേഹത്ത് പുരട്ടിയും എച്ചിലില തലയിലേറ്റിയും പമ്പാവിളക്ക് പമ്പയിൽ ഒഴുക്കുന്നത്. പിതൃക്കൾക്കായും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ക്ഷേമാശ്വര്യത്തിനും വേണ്ടിയാണ് ശക്തിപൂജ നടത്തുന്നതെന്ന് അവർ പറയുന്നു. பம்பா நதியில திரி கொடுத்துட்டு வந்து இந்த மாதிரி சக்தி பூஜை பண்ணி பம்பா நதியில அவங்க சாப்பிட்ட, அதாவது சாமிமார்கள் கன்னிசாமிங்க சாப்பிட்ட அந்த சாப்பாடு ஐயப்பன் பெரியவர்கள் வந்து அவங்க ரூபத்தில் வந்து ஒரு வாய் சாப்பிட்டுருப்பாங்க. அந்த ஒரு நம்பிக்கையில நாங்கள் அந்த இலையை எடுத்துட்டு போய் அந்த பாவங்களை கரைக்கிறதுக்கு പമ്പാ നദിയിലെ ഇറക്കും. ഈ ആചാരത്തെ അപമാനമായി കാണുന്നില്ലെന്ന് കോയമ്പത്തൂരിൽ നിന്നെത്തിയ കന്നി അയ്യപ്പൻ സതീഷ് പറഞ്ഞു. இதனால எனக்கு ஒன்றும் அவமானமெல்லாம் தெரியல. நான் எடுக்கிறது நான் பெருமையாக தான் நினைக்கிறேன். ആചാരത്തിന്റെ പേരിലാണെങ്കിലും എച്ചിലില പുണ്യപമ്പയിൽ ഒഴുക്കാറില്ല. ശക്തിപൂജ എന്ന പേരിലാണ് അവരുടെ ഭക്തി അവർ പ്രകടിപ്പിക്കുന്നത്. ആചാരത്തിന്റെ ഭാഗം കൂടിയാണിത്. പമ്പയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കുമെന്ന വ്യക്തമായ സൂചന നൽകി BJP. അയോധ്യയിൽ രാമക്ഷേത്രം എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹമെന്ന പ്രസ്താവന BJP അധ്യക്ഷൻ അമിത്ഷാ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന BJP ദേശീയ കൌൺസിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കിയായിരുന്നു ഷായുടെ പ്രസ്താവന. അതേസമയം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി വിളിച്ചേർത്ത BJP ദേശീയ കൌൺസിൽ ഇന്ന് സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടി നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷ അസ്തമിച്ചതോടെയാണ് അയോധ്യ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ BJP ഒരുങ്ങുന്നത്. അയോധ്യയിൽ എവിടെയാണോ ക്ഷേത്രമുണ്ടായിരുന്നത് അവിടെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് BJPയുടെ ആഗ്രഹമെന്നായിരുന്നു അധ്യക്ഷൻ അമിത്ഷാ ദേശീയ കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത്. भारतीय जनता पार्टी चाहती है कि उसी स्थान पर जल्द से जल्द भव्य राम मंदिर का निर्माण हो, उसमें कोई दुविधा नहीं. സുപ്രീം കോടതിയിൽ നിന്ന് ഉടൻ വിധിയുണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതിന് കോൺഗ്രസ് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. ക്ഷേത്രം നിർമ്മിക്കുമെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന ദേശീയ കൌൺസിലിലാണ് അമിത്ഷായുടെ പ്രസ്താവന എന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കിയായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. ഉത്തർപ്രദേശിൽ മഹാസഖ്യം വരുന്നതോടെ ധ്രുവീകരണമില്ലാതെ നേട്ടമുണ്ടാക്കാനാകില്ലെന്ന് BJP മനസ്സിലാക്കി. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് അയോധ്യ വിഷയം വീണ്ടും BJP ചർച്ചയാക്കുന്നത്. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന വാഗ്ദാനം വീണ്ടും ആവർത്തിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയത തന്നെയാണ് പ്രചരണായുധമെന്ന് വ്യക്തമാക്കുകയാണ് BJP. ദില്ലിയിലെ രാംലീല മൈതാനിയിൽ നിന്നും ക്യാമറാമാൻ അതുലിനൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ മഹാസഖ്യ പ്രഖ്യാപനം ഇന്നുണ്ടാകും. കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള സഖ്യമായിരിക്കും SP നേതാക്കൾ ഇന്ന് പ്രഖ്യാപിക്കുക. SPയും BSPയും 37 സീറ്റുകളിൽ വീതവും RLD 2 സീറ്റിലും മത്സരിച്ചേക്കും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളെ ഒപ്പം ചേർക്കാനുള്ള പ്രഖ്യാപനവും മായാവതിയും അഖിലേഷ് യാദവും നടത്തിയേക്കും. സഖ്യം വരുന്നതോടെ തനിച്ചു മത്സരിക്കുന്ന സാധ്യതകൾ കോൺഗ്രസ് തേടും. മായാവതിയും അഖിലേഷ് യാദവും ദിവസങ്ങളായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മഹാസഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ഇരു നേതാക്കളും രാവിലെ ലക്നൌവിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. SPയും BSPയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാന ഉൾപ്പെടെ 2 സീറ്റ് നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കില്ല. എന്നാൽ സോണിയയുടെ മണ്ഡലമായ റായ്ബറേലി, രാഹുലിന്റെ മണ്ഡലമായ അമേഠി എന്നിവിടങ്ങളിൽ സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഇടമുണ്ടാകുമെന്ന് മഹാസഖ്യം പ്രഖ്യാപിക്കും. ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകുകയും അപ്നാദളിന്റെ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുമാണ് ആലോചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യം പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 71 സീറ്റുകൾ ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരം ഉപയോഗിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക സർവീസിൽ നിന്ന് രാജിവെച്ച അലോക് വർമ്മ കേന്ദ്രത്തിനെതിരെയുള്ള പല തെളിവുകളും പുറത്തുവിടുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതേസമയം അലോക് വർമ്മ ഇറക്കിയ ഉത്തരവുകൾ പുതിയ ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. 6 ജോയിന്റ് ഡയറക്ടർമാരെയും സ്ഥലം മാറ്റി.
പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ 17 പേരുടെ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നതതല സമിതിയുടെ പരിഗണനയിൽ വരിക. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. അധികാരം ഉപയോഗിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അലോക് കുമാർ വർമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും തയ്യാറാവാതിരുന്നത് വ്യക്തമായ അജണ്ട ഉള്ളത് കൊണ്ടാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. Must at least have heard him before dismissing him, removing him. This is not a technical point, it's an extremely important point for another simple reason. There has been no adjudication, no findings, no trial, no witnesses, no proof, no court order at all. Well then, if there is none of that, if you remove somebody 20 days before the end of its tenure. റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ട പല ഫയലുകളും അലോക് വർമ്മ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷയെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. മഹാപ്രളയത്തിന് ശേഷം കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ വീണ്ടും കൊയ്ത്തുപാട്ട് ഉയർന്നു. 6 മാസം മുൻപ് വരെ വെള്ളം കയറി ജനജീവിതം പോലും സാധ്യമാകാതെ കിടന്ന പാടശേഖരങ്ങളിൽ നിന്നാണ് കർഷക തൊഴിലാളികൾ വിളവെടുപ്പ് തുടങ്ങിയത്. 30,000 ഹെക്ടറിലാണ് ഇത്തവണ കുട്ടനാട്ടിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കേരളം കണ്ട മഹാപ്രളയത്തെ മനക്കരുത്തുകൊണ്ട് മാത്രം നേരിട്ടാണ് കുട്ടനാട്ടിലെ കർഷകർ പൊന്നു വിളയിച്ചിരിക്കുന്നത്. 3 മാസം മുൻപ് വരെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആശങ്കയിലായിരുന്നു കുട്ടനാട്ടിലെ കർഷകർ. എന്നാൽ സർക്കാർ നൽകിയ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ് മികച്ച രീതിയിലുള്ള ഈ വിളവ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമുള്ള പുഞ്ചകൃഷിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വളരെ നല്ല വിളവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ 5 ടൺ ആണ് ഒരു ഹെക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും ഇപ്രാവശ്യം 6 ടണ്ണെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ എല്ലാ ആൾക്കാരും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷിക്കാരാണെങ്കിലും കർഷകരാണെങ്കിലും എല്ലാവരും, ഞാൻ ഇതിനു മുമ്പ് ഈ നെൽകൃഷിയോ മറ്റു കൃഷികളോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനാവും ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്തത്. ഒരു നഷ്ടവും ഇല്ല, നല്ല വിളവാണെന്ന് എല്ലാ ആൾക്കാരും പറയുന്നു. വളരെ സന്തോഷമുണ്ട്. 30,000 ഹെക്ടർ പ്രദേശത്താണ് ഇത്തവണ കൃഷി ഇറക്കിയത്. 630 തരിശു നിലം പോലും പ്രളയത്തിന് ശേഷം കൃഷിയോഗ്യമാക്കി എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 70,000 ഹെക്ടർ ഇത്തവണ അധികമായി കൃഷിയിറക്കി. അതുകൊണ്ട് തന്നെ ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിളവ് കേരളത്തിന് ലഭിക്കും. 15 കോടിയിലധികം രൂപയുടെ വിത്ത് സൗജന്യമായി നൽകിയത് കൂടാതെ 75 കോടിയോളം രൂപ മുടക്കിയാണ് സർക്കാർ കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടിനെ സംരക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം ജനങ്ങളെയും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ. ചർച്ചയ്ക്ക് വ്യവസായ വകുപ്പ് മുൻകൈയെടുക്കും. അശാസ്ത്രീയ ഖനനം പാടില്ലെന്നതാണ് സർക്കാർ നിലപാടെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, എന്താണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞിരിക്കുന്നത് ഈ കരിമണൽ ഖനന വിഷയവുമായി ബന്ധപ്പെട്ട്? പ്രിയ, ആലപ്പാട് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വ്യാവസായിക വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വ്യവസായ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകൈയെടുത്ത് ഈ സമരക്കാരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അശാസ്ത്രീയമായ ഖനനം പാടില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്. ഈ നിയമസഭാ പരിസ്ഥിതി സമിതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശുപാർശകൾ നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യുക. ഒരു പ്രദേശം മുഴുവൻ കടൽ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഖനനം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകൾ എന്താണോ അത് സർക്കാർ നടപ്പാക്കും. ഏതായാലും സമരക്കാരുമായി ഉടൻ തന്നെ ചർച്ച നടത്തും. വ്യാവസായിക വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തുക എന്നും ആണ് മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചിരിക്കുന്നത്. ആലപ്പാട് വിഷയത്തിൽ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഈ വിഷയം എന്താണെന്ന് പഠിച്ച ശേഷം അവരുമായി ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് മേഘ നൽകിയത്. സംസ്ഥാന ഗവൺമെന്റ് ടോൾ പിരിക്കുന്നതിന് എതിരാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. ടോൾ പിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വേണുഗോപാല് ടോളിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ.
അപ്പോൾ അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രോളിനെതിരാണ്. ഇതിന് ട്രോൾ പിരിക്കില്ലെന്ന് ഞാൻ പ്രഖ്യാപിച്ചത്. നമുക്ക് ട്രോൾ വേണ്ട. കൊല്ലത്തും ഇവിടെയും ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് 352 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. രണ്ടിനും കൂടി 176 വെച്ച്. ഞങ്ങൾക്ക് ട്രോൾ വേണ്ട, ഞങ്ങൾ ട്രോൾ പിരിക്കില്ല. 352 കേന്ദ്രവും ചെലവഴിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ട്രോൾ പിരിക്കുന്നത് ശരിയാവില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് വേണുഗോപാൽ അവിടെ പറയുകയും അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രോൾ പിരിക്കുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് MP-യുടെ സ്റ്റേറ്റ്മെൻറ്റിനെ. ട്രോളും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെൻക്വിക്കിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ കാളവണ്ടിയോട്ട മത്സരം സംഘടിപ്പിച്ചു. റേക്ല റേസ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ 5 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കേരളം ഭീതിയിലാണെങ്കിലും വരണ്ടുണങ്ങി മരുഭൂമിക്ക് സമാനമായിരുന്ന തെക്കൻ തമിഴ്നാട്ടിലെ 5 ജില്ലകളെ വിളനിലമാക്കിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളമാണ്. അതിനാൽ തന്നെ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്വിക്ക് തമിഴർക്ക് യുഗപുരുഷനും. അദ്ദേഹത്തിന്റെ ജന്മദിനം തമിഴർക്ക് വലിയ ആഘോഷമാണ്. ജനുവരി 14 ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന പെന്നിക്വിക്കിന്റെ ജന്മദിനം. ഇതോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തേനി ജില്ലയിൽ തുടക്കമായി. பக்கம் பள்ளத்தாக்கு பகுதிக்கு வளமையான விவசாய முறையை அமைத்து கொடுத்தது பெருமைக்குரிய திரு பென்னிக்விக் அவர்கள். அவள் நினைவாக கம்பம் பள்ளத்தாக்கு தேனி மாவட்டத்தின் சார்பாக ரேக்லா ரேஸ் நாங்கள் பல ஊரில் நடத்தி கொண்டு வருகிறோம். அதுபோல் சிறப்பாக இன்று நாராயணத்தேம்பட்டியில் திரு பணக்காலை திரு காட்ராஜா அவர்கள் தலைமையில் இந்த பென்னிக்விக் அவர்களை சிறப்பிக்கும் விதமாக இந்த ரேக்லா ரேஸ் பந்தயம் சிறப்பாக நடைபெற்று வருகிறது. തമിഴ്നാട് സുരളിപ്പട്ടി മുതൽ സുരളി ഫോൾസിന്റെ അടിവാരം വരെയായിരുന്നു റൈക്ല റേസ്. 5000 മുതൽ 20,000 രൂപ വരെയാണ് വിജയികൾക്കുള്ള സമ്മാനം. തമിഴ്നാട്ടിലെ പരമ്പരാഗത മത്സരം കൂടിയാണിത്. പൊങ്കൽ ഉത്സവത്തിന്റെ ഭാഗമായി അടുത്ത ആഴ്ച ജല്ലിക്കെട്ടും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന് ജ്യോതി ലബോറട്ടറീസ് സ്നേഹോപകാരമായി പുതിയ ആംബുലൻസ് നൽകി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ആംബുലൻസ് കൈമാറി. പ്രളയക്കെടുതിയിൽ കേടുപാടുകൾ സംഭവിച്ച ആംബുലൻസിന് പകരമായാണ് പുതിയ വാഹനം നൽകിയത്. താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ജ്യോതി ലബോറട്ടറീസ് ജോയിന്റ് MD ഉല്ലാസ് കമ്മത്ത് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ഗഫൂർ തളിക്കുളം താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. സ്നേഹപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരക കെയർ ആൻഡ് ഷെയർ ആണ് പാവപ്പെട്ടവർക്ക് ആംബുലൻസ് സഹായം നൽകുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകളെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാളെ കാട്ടാന കുത്തിക്കൊന്നാലും ഹർത്താലുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകൾ ടൂറിസത്തെ ബാധിച്ചുവെന്ന് തലസ്ഥാനത്ത് ആരംഭിച്ച പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാന നഗരിക്ക് പൂക്കാലം സമ്മാനിച്ചാണ് കനകക്കുന്നിൽ വസന്തോത്സവത്തിന് തിരിതെളിഞ്ഞത്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഈ മാസം 20 വരെ നീണ്ടുനിൽക്കും. തുടർച്ചയായി ഉണ്ടാവുന്ന ഹർത്താലുകൾ ടൂറിസത്തെ ബാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളിലെ അവസാന ഒരു ഘട്ടമാണ് ഹർത്താലിൻ്റേത്. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള ഹർത്താലുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു കുട്ടി ഇതിനിടക്ക് ചോദിക്കേണ്ടായി, ഒരു കാട്ടാന വഴിയിൽ ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞപ്പോൾ നാളെ ഹർത്താലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. വസന്തോത്സവത്തിൽ 10,000-കണക്കിനിനം പൂക്കളും ചെടികളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഓർക്കിഡ്, ബോൺസായി, ആന്തൂറിയം ഇനങ്ങളുടെ പവലിയൻ, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുക്കുന്ന വനക്കാഴ്ച, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ തയ്യാറാക്കുന്ന ജലസസ്യങ്ങളുടെ പ്രദർശനം തുടങ്ങിയവ വസന്തോത്സവത്തിന്റെ പ്രത്യേകതകളാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 2ാം ദിനവും സാഹിത്യ സമകാലീന രാഷ്ട്രീയ ചർച്ചകളാൽ സമ്പന്നം. വൻ ജനപങ്കാളിത്തമാണ് 2ാം ദിനവും മേളയെ സജീവമാക്കുന്നത്. രാമചന്ദ്ര ഗുഹയുമായുള്ള സംവാദത്തോടെയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 2ാം ദിവസം ആരംഭിച്ചത്. സ്ത്രീകൾ മലചവിട്ടുമ്പോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംവാദത്തിനും ചർച്ചയ്ക്കും സാഹിത്യോത്സവം വേദിയായി. ദി പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ശശി തരൂരുമായി നടന്ന ചർച്ചയും ശ്രദ്ധേയമായി.
വൻ ജനപങ്കാളിത്തമാണ് മേളയുടെ ആകർഷണം. സാഹിത്യോത്സവത്തിലെ ആസ്വാദകരുടെ വർധന വലിയ പ്രതീക്ഷ നൽകുന്നതായി കവി PP രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു ഒത്തുചേരൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം നേരിടുന്ന ചില അന്ധവിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ ആർത്തവം, അതല്ലെങ്കിൽ ഇങ്ങനെ ഈ അവർക്കെതിരായിട്ടുള്ള വിവേചനം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംഭാഷണത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ ലീഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഫെസ്റ്റിവലുകൾ ഈ കേവലം സാഹിത്യത്തിൽ ഒതുങ്ങുന്നതല്ല, രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള ഈ ജീവൽ പ്രശ്നങ്ങളോട് എഴുത്തുകാരെ കൃതികളിലൂടെ അല്ലാതെ വാക്കിലൂടെ പ്രതികരിക്കാനുള്ള ഒരു അടിയന്തര സന്ദർഭം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാഹിത്യത്തിന് പുറമെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഇവിടെ ചർച്ചയാവുന്നുണ്ട്. മേള 13-ന് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ MLA-യും ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ EM അഗസ്തി BJP-യുടെ സമരപന്തലിൽ. ശബരിമല വിഷയത്തിൽ BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരത്തിനാണ് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നേതാവ് EM അഗസ്തി എത്തിയത്. ഇടുക്കിയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും AICC അംഗവും മുൻ MLA-യുമായ EM അഗസ്റ്റിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJP സമരപന്തലിലെത്തി നിരാഹാരം അനുഷ്ഠിക്കുന്ന മഹിളാ മോർച്ച നേതാവ് പ്രൊഫസർ രമയെ അഭിവാദ്യമർപ്പിച്ചത്. മക്കളോടൊപ്പം എത്തിയായിരുന്നു AICC അംഗം EM അഗസ്റ്റി പ്രൊഫസർ രമയെ സന്ദർശിച്ചത്. KPCC യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ EM അഗസ്റ്റി ആദ്യം BJP-യുടെ സമരപന്തലിലാണ് എത്തിയത്. 10 മിനിറ്റ് അവിടെ ചെലവഴിച്ച ശേഷം AK ആന്റണി ഉദ്ഘാടനം ചെയ്ത KPCC യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഭവനിലെത്തി. BJP-യെ താഴെ ഇറക്കണമെന്ന് പ്രവർത്തക സമിതി അംഗം AK ആന്റണി ആഹ്വാനം ചെയ്തതും ഇതേ KPCC യോഗത്തിലാണെന്നത് വൈരുദ്ധ്യമായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് താഴെ തട്ടിൽ പാർട്ടിയെ തയ്യാറെടുപ്പിക്കുന്നതിനാണ് KPCC യോഗം ചേർന്നത്. എന്നാൽ തന്റെ മകൾ താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന രമയെ സന്ദർശിച്ചത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് EM അഗസ്റ്റിയുടെ വിശദീകരണം. ഇടുക്കിയിൽ നടന്ന ഹർത്താലിൽ വാഹനങ്ങൾ ആക്രമിച്ച കേസിലെ പ്രതികളായ BJP നേതാക്കൾ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇടുക്കി DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ മാലയിട്ട് സ്വീകരിച്ചത് നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് EM അഗസ്റ്റി തന്നെ BJP-യുടെ സമരപന്തലിലെത്തിയത്. EM അഗസ്റ്റിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയി ചെമല KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രന് പരാതി നൽകി. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഇടവേള. കർമ്മ പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് മാതൃകയായ കാസർഗോഡ് കൊടക്കാട്ടെ MV സതിയെ ഈ വിഭാഗക്കാരുടെ അംബാസിഡറായി ജില്ലാ കളക്ടർ തെരഞ്ഞെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഭിന്നശേഷിക്കാരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിനുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് സതിക്ക് ഈ അംഗീകാരം ജില്ലാ ഭരണകൂടം നൽകിയത്. 18 വയസ്സ് പിന്നിട്ട ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ള കർമ്മനിരതയായ സതിയുടെ ജീവിതം ചക്രക്കസേരയിലാണ്. കാസർഗോഡ് കൊടക്കാട് പൊള്ളപ്പൊയിൽ സ്വദേശിനിയായ MV സതിയുടെ ജീവിതം വീൽ ചെയറിലാണ്. സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗം ബാധിച്ചതിനെ തുടർന്ന് ശരീരം തളർന്ന സതി പക്ഷേ ഭിന്നശേഷിയെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സമ്മതിദാനാവകാശം ലഭിച്ചപ്പോൾ മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സതി വോട്ട് ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടം. ഭിന്നശേഷിക്കാർക്ക് മാതൃകയായ സതിയെ അവരുടെ അംബാസിഡറായി തെരഞ്ഞെടുത്തതും ഇതിന്റെ ഭാഗമായാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു വീട്ടിലെത്തി സതിക്ക് UDID കാർഡ് നൽകി. ഇതിന്റെ QR കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്താൽ സതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. പല സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു UDID കാർഡിന് ഒരു കാർഡ് തരും. ആ കാർഡിൽ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡിനകത്ത് നിങ്ങളുടെ മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് ഒരാളുടെയും ചോദിക്കാതെ തന്നെ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. ഈ ഒരു കാർഡ് മാത്രം നിങ്ങൾ കയ്യിൽ കരുതിയാൽ മതി. ആ സംവിധാനം ഞങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായുള്ള പരിപാടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല വായനക്കാരി കൂടിയാണ് സതി. ഇതിനകം 2800ഓളം പുസ്തകങ്ങളാണ് വായിച്ചു തീർത്തത്. ഓരോ പുസ്തകത്തെക്കുറിച്ചും സതി ആസ്വാദനക്കുറിപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ഗുളിക രചിച്ച ചിത്രങ്ങൾ എന്ന കഥാസമാഹാരവും പ്രകാശിതമായി. 2008 മുതൽ 13 വരെ കേരള സർക്കാർ 3ാം ക്ലാസ്സുകാരുടെ പാഠാവലിയിൽ സതിയെക്കുറിച്ച് പാഠഭാഗം തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.